ശ്രീകുട്ടന് സ്കൂളിൽ പോകാത്ത കാരണം കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മുടെ മോർണിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എൻഡിലെത്തുമ്പോഴേക്കും ഒരു മിനിറ്റ് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും നേരമില്ലാത്ത അവസ്ഥയിൽ എത്താറുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാരണം കൊണ്ട് അങ്ങ് ദൂരെ കാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ക്ലൂ കിട്ടും. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിൽ കയറുന്നു. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ദിവസം ഇവിടെ ആരംഭിക്കുന്നു. ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വലിയ ഗമ്മട്ടൻ കാച്ചൻ ആ മീനുണ്ടല്ലോ, അത് കഴിഞ്ഞത് ഇന്നലെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇളയമ്മ നല്ല ചക്കട കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ വിസ്മയക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇളയമ്മ ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞുവാവയ്ക്ക് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു പൊടി എനിക്ക് ഇവിടെയും കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ചക്കട തന്നെ കാലത്ത് കഴിച്ചിട്ടാണ് നമ്മുടെ ആ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ അലക്കാട്ടോ. അപ്പോഴൊക്കെയാണ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ ആവുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയ കാരണം കൊണ്ട് അതൊക്കെ അലക്കി വിരിക്കാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴാണ് മഴ വരിക എന്ന് പറയാൻ പറ്റില്ലടാ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ അങ്ങനെ മഴയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ മഴ വരും. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ട് ഞാൻ ശ്രീകുട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്രാവശ്യം അഴക്കേമ്മ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. അത് കാരണം കൊണ്ട് എങ്ങനെ വിരിച്ചാലും എന്താ ഈ ഒരു കോലത്തിൽ ഇങ്ങനെ പാറാട പോലെ കിടക്കുള്ളൂ. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് കാലത്ത് തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴേക്കും ഉണങ്ങുകയാണെങ്കിൽ മടക്കി വയ്ക്കാമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഭയങ്കര ചൂടും ഈ മഴക്കാലം നിൽക്കണ കാരണം കൊണ്ടേ അങ്ങനെ നമുക്കിന്ന് കുറച്ചധികം പരിപാടികൾ ചെയ്ത് വെക്കാനുണ്ട്. കുറച്ചധികം കറികളൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ വൈകുന്നേരം ദോശയ്ക്ക് അരയ്ക്കാനും നമ്മുടെ വെള്ളയപ്പത്തിന് അരയ്ക്കാനും ഒക്കെ മറന്നു. അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെള്ളയപ്പം അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മുട്ട ഞാൻ കുലുക്കി നോക്കിയിട്ട് ഇടുന്നതേ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ, പന്തികേടല്ലല്ലോ എന്ന്. എങ്കിലും ഞാനത് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് അതിലിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ കൂട്ടൻ മീഷോ ഒന്ന് മേടിച്ചതാണ് 250 രൂപയ്ക്ക്. പുള്ളിക്കാരൻ്റെ പണി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡാൻസ് ക്ലാസ്സുകളുടെ തിയറിയൊക്കെ കേൾക്കുന്നത് ഇവനിലൂടെയാണ്. കുറച്ച് അധികം മുഴക്കത്തിൽ അങ്ങോട്ട് കേൾക്കും, നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമുക്ക് അന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഞാനൊരു വലിയ ടിന്നല്ലടാ, ഒരു വലിയ ഗ്ലാസ് നമ്മുടെ ഈ ഒരു അരിപ്പൊടിയും പിന്നെ അതിലേക്ക് ഈസ്റ്റും നാളികേരവും ഉപ്പും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ അടിച്ച് വെക്കുകയാണ്. ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷെ എനിക്കിത് ശരിയായില്ല കേട്ടോ. എനിക്ക് നമ്മുടെ തലേദിവസം അരച്ച് വെക്കണം ആ മാവ് തന്നെയാണ് ഇഷ്ടമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഒഴിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കിയപ്പോൾ ശരിയായി. ഞാൻ കാലത്ത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയപ്പോഴും ശരിയായി. പക്ഷെ 10 മിനിറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയായില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്രപ്പോർഷൻസ് കറക്റ്റ് ആവാത്ത കാരണം കൊണ്ടാണ്, ഇനി കറക്റ്റ് ആവാത്ത കാരണം കൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും അടിച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. ബാക്കി വെള്ളം ദാ വലിയ ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ട് വന്നിട്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, മുട്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെ ഫ്ലോപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെ മുട്ട എടുത്തു കൂടെ. അപ്പോൾ മുട്ട നമുക്ക് ഡെൽസെൻറ്റിൻ്റെ എടുത്തത് നല്ല നാടൻ കോഴിയുടെ മുട്ടയൊക്കെ കിട്ടും. അത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണേണ്ട കടയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ദൂരം പോകണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരികയാണ് പതിവ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ഈ മുട്ടക്കറിക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് കേട്ടോ. അപ്പം നമ്മളതിൽ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. നമുക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിലേ നമ്മുടെ പണി ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോണ പോലെ ഒരു ഫീലാണ് നമുക്ക്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരണം. ഞാൻ എപ്പോഴും ഉണ്ടാക്കണതാണ് മുട്ടക്കറി. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞ് നിങ്ങളെ ഞാൻ എന്താ പറയുക ഇങ്ങനെ ബോറടിപ്പിക്കണില്ല. പക്ഷേ അതിൽ നമ്മൾ നാളികേരം പാലിന് പകരം നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഇതൂടെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പം ഞാൻ അതാണ് ഒഴിക്കുന്നത് കേട്ടോ. നാളികേരം പാലിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത്രയ്ക്ക് ഹെൽത്തി ഒന്നല്ല. എങ്കിലും നമ്മൾ മാസത്തിൽ ഒരു വട്ടമൊക്കെയാണ് ഇത് ഉണ്ടാക്കുകയോ കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അത് കാരണം കൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കണ്ടട മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി ഇത് കേടായെങ്കിൽ പിന്നെ കളഞ്ഞൂടായിരുന്നു ശ്രീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 4 പൂച്ചക്കുട്ടന്മാരില്ലേ, അവർക്ക് കുശാലായിരുന്നു കേട്ടോ. മുട്ട പൊളിച്ചു വന്നപ്പോഴേ അതിൻ്റെ തൊണ്ടിന് ഒരു റബ്ബർ പോലെ ഇരിക്കണം. അപ്പം ഞാനത് അങ്ങനെ തന്നെ കളഞ്ഞ് വേറെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണതിലത്തെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോയുടെ ലിങ്കോ ഞാൻ കൊടുക്കാം കേട്ടോ. കുറേ കുട്ടികൾ നമ്മുടെ അനിയത്തിമാരുണ്ടല്ലോ, അവർ പറയാറുണ്ട് ചേച്ചി ഇതിങ്ങനെ ഷടപടയെന്ന് ഉണ്ടാക്കണ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാറുണ്ട്, അത് കാരണം കൊണ്ട് ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ത്വര തോന്നാറുണ്ടെന്ന് പറയുന്നത് കാരണം കൊണ്ട് ഞാൻ എല്ലാ റെസിപ്പികളും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. ചായ ഞാൻ എങ്ങനെ വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടുപ്പത്തിൽ ചായ വെച്ചിട്ട് പിന്നെ നമ്മുടെ പാൽ അതിലേക്ക് ഇതുപോലെ അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് കപ്പിലേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് ഒഴിക്കുക ചെയ്യുക. അപ്പം നമ്മുടെ ഇതിന് നല്ല എന്താ പറയുക, നമ്മുടെ ചായയുടെ കൊറ്റന്മയൊന്നും പിടിക്കില്ല അത്രേ, നമ്മുടെ പാലിൻ്റെ ആ ഒരു അംശം. അപ്പോൾ നമുക്ക് നല്ല കടുപ്പത്തിൽ ചായ കിട്ടും എന്നാണ് വിദഗ്ധർ പറയുന്നത് കുട്ടികളെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷണം വിജയകരമായി ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി വെച്ചെടുത്ത് നമുക്കിതിനെ ചുട്ടെടുക്കാം. എനിക്ക് വലിയ അങ്ങനെ ഫ്ലോപ്പായെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സക്സസ് ആയില്ല എന്നാണ് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കണ്ട ഈ ഒരു കോലത്തിൽ കിട്ടി. പക്ഷെ ശ്രീകുട്ടന് അമ്മ ഇന്നുണ്ടാക്കണേക്കാൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞത്, കാരണം ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല. ഈ പുളിയില്ലാത്ത സംഭവങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ട്രിക്ക് അടിപൊളിയാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ അപ്പം ഉണ്ടാക്കണേക്കാൾ നല്ലത് ദോശ പോലെ ഉണ്ടാക്കി കൊടുത്താലും അവർക്കത് കഴിക്കാൻ നല്ല എളുപ്പമുണ്ടാവും എന്ന് തോന്നുന്നു. ഞാനപ്പോൾ ഒരു മുട്ടയൊക്കെ അടിച്ചിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ കുരുട്ടുപണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെക്കും കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ കഴിച്ചോളും. അവനിങ്ങനെ ചോറ് കഴിക്കാനായിട്ട് ഇത്തിരി മടിയാണ്, ഇറച്ചി മീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. ഈ വക സംഭവങ്ങളും മുട്ടക്കറിയൊക്കെ തന്നെയാണ് ആൾക്ക് ഇഷ്ടം. പിന്നെ സ്കൂൾ പൂട്ടല്ലേ, നമ്മൾ അവരുടെ ഇഷ്ടത്തിന് 2 മാസം നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുക്കുകയാണ് നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ഒക്കെ. പക്ഷെ ഇപ്രാവശ്യം എനിക്കത് പറ്റുമെന്ന് അറിയില്ല, നമുക്ക് എക്സാം ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുട്ടക്കറിയുടെ ആ ഒരു കളർ വ്യത്യാസം വന്നത് കണ്ട, മുകളിലുള്ള മുട്ട ഞാൻ ഏറ്റവും ലാസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെത്തിയിട്ടതാണ്. മുട്ട തന്നെ അതിലൂടെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ മുട്ടക്കറിയും നമ്മുടെ അപ്പവും ചായയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ സക്സസ് ആയിട്ട് വരാറില്ല കാര്യങ്ങൾ, ചില പ്രാവശ്യങ്ങളിൽ ഇതുപോലെ ആവാറുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പവും മുട്ടക്കറിയും കഴിച്ച് ഭാഗ്യം കടയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസത്തേക്കുള്ള കറികൾ തയ്യാറാക്കി വെക്കാമെന്ന്. ഇത് നമ്മൾ 3 ആളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചേട്ടന്മാർക്ക് ഇപ്പോൾ ഇവിടെ എല്ലാ പണിയും നമ്മുടെ ചിയാരത്തെ വാഴപ്പറമ്പിലാണ്, അത് പറഞ്ഞിട്ട് ചേട്ടന്മാരില്ല. അപ്പോൾ നമുക്ക് ഈ കറികളൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. വലിയ കാര്യമായിട്ടുള്ള ഇപ്പം അങ്ങനെയൊക്കെ ആണ് മുന്നോട്ട് പോകുന്നത്. എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നിങ്ങൾ എക്സാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെറുപ്പിക്കുക അല്ലേ, എന്താണ് ചെയ്യുക, വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ കുറച്ചധികം പയറുമണി ഉണ്ടല്ലോ, അത് നമുക്ക് അമ്മ അവിടെ നിന്ന് നന്നാക്കി കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അമ്മയുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചാക്കിൽ വരുന്ന ഒരു പയറുമണി അമ്മ കൂട്ടാൻ വെക്കുന്നതൊക്കെ അത് നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പും മുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടിപൊളി അയിലക്കൂട്ടനെ വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക പയറുപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസിലാണ് അത് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നാടൻ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇടിച്ച മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും. എന്നിട്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് പയർ അതിലേക്ക് കൂടി ഇട്ട് കൊടുത്ത് സെറ്റാക്കി നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കും. ഉപ്പേരി ഇവിടെ നമ്മുടെ തൃശ്ശൂർ അങ്ങനെയാണ്. പിന്നെ ഇത്തിരി സ്പെഷ്യലായിട്ടെന്ന് പറയാനായിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഇതിനെ കഴിച്ചോളണമെന്നില്ല. നമ്മളിങ്ങനെ ഈ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് മേടിക്കാറുണ്ട്. അതിൽ ലിവറും ഹാർട്ടും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ എന്ന് പറയും നമ്മുടെ ഇവിടെ അതിനെ, അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ അതാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൽ ഈ മാങ്ങ ആരും കഴിക്കില്ല, അത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ളത് എല്ലാവരും ശ്രീകുട്ടനും ചേട്ടനും കഴിച്ചോളും, അവർ രണ്ടാളല്ലേ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ സോസൊക്കെ ഒഴിച്ച് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതും ഞാൻ മുമ്പ് ഷെയർ ചെയ്ത കാരണം കൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി പറയാത്തത്. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിലേ നല്ല അടിപൊളിയായിട്ട് 2 ദിവസം ഇരുന്നങ്ങോട്ട് ഭക്ഷിക്കാമെന്ന് അറിയില്ലേ, അതുപോലെ ആവും കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ നമ്മളിതിനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എണ്ണയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കാണാം ഒരുപാട് എണ്ണ പുറത്തേക്ക് വരും. പിന്നെ ഒരു കുട്ടി സാമ്പാറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു, കാരണം നമുക്ക് 2 ദിവസത്തേക്ക് ദോശയും ഇഡലിയും ആയിരിക്കും. അപ്പോൾ സാമ്പാറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. എനിക്കിവിടെ കുറച്ച് സാമ്പാർ എടുത്ത് വെച്ചിട്ടേ പിന്നെ നമുക്ക് കുറച്ച് സാമ്പാർ നാളത്തേക്ക് എന്നുള്ള രീതിയിൽ നാളികേരമൊന്നും ഉണ്ടാക്കാത്തതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ചെറുള്ളി ഉണ്ടല്ലോ അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കും. ഇത് നമ്മുടെ പുതിയ ഒരു എന്താ പറയുക സ്പൂണാണ്. ഇത് നമ്മൾ അമ്പലത്തിൽ പൂജാരിമാർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു, ഞാനത് എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മളതിൽ പൊടികളിൽ കായം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ
നമ്മൾ സാമ്പാർ പൊടി ഒന്നും ഇട്ടിട്ടില്ല. കായത്തിൻ്റെ ആ ഒരു മണം വരുമ്പോഴും സാമ്പാറിൻ്റെ ആ രുചി അങ്ങോട്ട് നിൽക്കുമല്ലോ. അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും മാത്രം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനതിൽ നമ്മുടെ തക്കാളി ഇടാൻ മറന്നുപോയി. അല്ലെങ്കിൽ വേവിക്കണ കഷ്ണങ്ങളുടെ കൂടെ ഇട്ടാലും മതി. എന്നിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് അതിനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കൂട്ട് റെഡി ആയിട്ടാണ് സാമ്പാറിന്. എന്നിട്ട് വേവിച്ച് വെച്ച കഷ്ണങ്ങളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ കളർ കാണാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ല ഒരു ഭംഗി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി അതിൽ പുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ ഉപ്പും ഒക്കെ പാകത്തിനാക്കി ഇതൊന്ന് തിളപ്പിച്ച് ഏറ്റവും ലാസ്റ്റ് ഒന്ന് കാച്ചി എടുക്കണം. നമ്മുടെ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാമ്പാർ പൊടി അല്ലടാ സാമ്പാറിൽ ഇടുന്നിട്ട് മല്ലിയില അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറും സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ദോശയ്ക്ക് അപ്പോൾ ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡ്ഡലി, പിന്നെ വീണ്ടും ദോശ. ആദ്യത്തെ ദിവസം മാത്രമേ ഇഡ്ഡലി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം നമ്മുടെ ഈ സാമ്പാർ ഓടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഡാൻസ് ക്ലാസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പയറുപ്പേരി, അത് നല്ല മണി പയറുപ്പേരി, സാമ്പാറും പിന്നെ ഉണക്കമീനും, അതാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിന്ന് മീൻ വറുത്തതുണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചോറിനാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തതുണ്ടായിരുന്നു. ഇന്നത്തെ വിഭവങ്ങൾ ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുമെന്ന് പറഞ്ഞില്ലടാ, അതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എണ്ണ അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ കൂട്ടാൻ കാച്ചാനൊക്കെ എടുക്കാറുണ്ട്. നിർബന്ധമൊന്നുമില്ല, ചിലവർക്ക് അതൊന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ മാത്രമാണെന്നുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും കേട്ടോ. ചേട്ടന്മാരുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അവരും കൊടുത്താൽ ഒന്നും പറയാറൊന്നുമില്ല. ചിക്കൻ്റെ മണം ഉണ്ടല്ലോ എന്നൊന്നും ചോദിക്കാറില്ല. പക്ഷേ എനിക്ക് ചിക്കൻ്റെ മണം ഉണ്ടാവാറില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ അത് ഇവിടെ റെഡിയാക്കി അടച്ചു വെച്ച് പോയിട്ടുണ്ട്. ഇനി വരുന്നവർ ഓരോരോ വിഭവങ്ങളായിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ വിളമ്പി കൊടുക്കുന്നത് വൈകുന്നേരം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ സ്വയം വിളമ്പി കഴിക്കുക എന്നുള്ളതാണ് ശീലം. പിന്നെ ശ്രീകുട്ടനെ അവൻ എല്ലാ കറികളും എടുക്കാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ വിളമ്പി കൊടുക്കും. പിന്നെ ഇപ്പോൾ ഭാഗ്യനല്ലേ ഉള്ളത്. ഭാഗ്യനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യന് ഇഷ്ടമുള്ള കറികൾക്ക് മാത്രം കൂടിയിട്ടാണ് ആൾ ചോറുണ്ടുള്ളൂ. മറ്റേ കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നും കൂടി ആൾ നോക്കില്ല. അങ്ങനെ നമുക്ക് ഒരുങ്ങി നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട്. അത് കാരണം ശ്രീകുട്ടനോട് നോക്കാൻ പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. ശ്രീകുട്ടനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ വണ്ടിയും ഇവിടെ നിന്ന് പുലിക്കണ്ണി, മാന്നാമംഗലം അങ്ങനെ കുറച്ച് ഏരിയയിലേക്ക് ബസ് സർവീസ് ഉണ്ട്, അവിടെ വരെ പോകാമെന്ന് വെച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ബസ് ഉണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടി. കിടക്കുന്നു നമ്മുടെ ബസ്. പഠിക്കാനുള്ള ഒരു തിയറി ബുക്കൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. പക്ഷെ മക്കളെ അവസ്ഥ പ്രൈവറ്റ് ബസ്സിലത്തെ ചേട്ടന്മാരുടെ പാട്ടിന്റെ സെലക്ഷനും അതുമായിട്ടുള്ള യാത്രയും കിടുവായിരുന്നു കേട്ടോ. ശ്രീകുട്ടനെ തലൂര് നമ്മുടെ കടയിൽ ഇറക്കി ചേട്ടൻ വന്ന് കൊണ്ടുപോയി. നമ്മളിനി തൃശ്ശൂർക്ക്. കുറുപ്പം റോട്ടിൽ പണി നടക്കുന്ന കാരണം കൊണ്ട് കോളേജിൻ്റെ മുന്നിൽ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കും എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ കുറുപ്പം റോട്ടിലുള്ള ഒരു പൂജാ സ്റ്റോറാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ, പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ട പ്രാർത്ഥന എന്തുകൂടെ സ്വീകരിക്കുക അത്ര. അപ്പോൾ ഞാനൊന്ന് ബോധിപ്പിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. ഇത് മതി. കോറപ്പത്ത് നിന്നാണോ കടയുടെ പേര് അറിഞ്ഞൂടാ. എന്തായാലും അവിടുന്ന് മയിൽപ്പീലി മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്ക്. ഇതുമായിട്ടുള്ള പരിപാടികൾ ഉടനെ വരുന്നതാണ്. വിഷു ഒക്കെ അല്ലേ, മയിൽപ്പീലി അല്ലേ ഉണ്ട്, എന്ത് വിഷു നമുക്ക്. അങ്ങനെയൊന്നല്ല കേട്ടോ, നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അവിടുത്തെ ഒരു അങ്കിളാണ് കേട്ടോ. ഈ അങ്കിളാണ് എനിക്ക് അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്തു തരാം. ഒരു ചെറിയ കടയായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അതിൻ്റെ പഴയ കടയാണേ. ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടടാ. ഈ വടിയൊക്കെ കണ്ടോ, അതുപോലെ തിരുവിടയാടയും എല്ലാം ഉണ്ട് അവിടെ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിൾ. ഇവിടുന്ന് മൂന്നാമത്തെ നിലയിലാണ് ഗോയിങ് അപ്പ്. എന്റെ ചേച്ചിമാര് നിങ്ങളെപ്പോഴെന്നല്ലേ മനുഷ്യസ്ത്രീ കഴിഞ്ഞ പഠിച്ചു കഴിഞ്ഞാൽ ബുക്കൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര തിട്ടമൃത്തുള്ള പഠിത്തത്തില്ല. ഇതാണ് എന്റെ ചേച്ചിമാര്. മേരിയേച്ചി, പ്രമീലേച്ചി, കൊറേ നാളായി കണ്ടിട്ട്. ചേച്ചി, സൗമ്യ ചേച്ചി, ദിവ്യ ചേച്ചി, നിത്യ ചേച്ചി, ഞങ്ങൾ ഞങ്ങൾ ഇത്ര ആൾക്കാരൊന്നല്ല കേട്ടാ, ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ടുള്ള ചേച്ചിമാര് വരാ. എല്ലാവരും ഡാൻസ് ടീച്ചേഴ്സ് ആട്ടാ. എനിക്ക് തോന്നല
ഇവർ രണ്ടാളും ഒഴിച്ച് ബാക്കി എല്ലാവരും ഡാൻസ് ടീച്ചേഴ്സാ. അതായത് സൗമ്യ ചേച്ചി എവിടെ പഠിപ്പിക്കണം? സൗമ്യ ചേച്ചി തൃപ്പൂണിത്തറ. മേ ചേച്ചിയോ? പ്രമീള ചേച്ചി കുറുക്കഞ്ചേരി. അവള് കടവല്ലൂര്. ചേച്ചി തൃപ്പൂണിത്തറ. നീ ചേച്ചി തലശ്ശേരി. ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹവുമായി ചെന്നപ്പെട്ട സിംഹമടയാണിത്. നമുക്ക് തുടങ്ങാം ഗൈസ്. കം ഓൺ ഗൈസ്. നമ്മളൊരു 50-ലും കൂടുതൽ പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ക്ലാസ്സിൽ. പക്ഷെ ഇതിപ്പോൾ അതിൻ്റെ വളരെ ചെറിയ ശതമാനം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിമാരെല്ലാവരും കൂടെ കളിയും ചിരിയും തമാശയും, നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാർ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക വൈബ് ഉണ്ടാവില്ലേ? അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനിവിടെ ഡാൻസ് പഠിക്കാൻ കയറുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. കാരണം ചേച്ചിമാരെല്ലാവരും ഡാൻസ് ടീച്ചേഴ്സാണ്. അവരൊപ്പം എത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആകെ 1-2 കൊല്ലം പഠിച്ചിട്ടാണ് ഇതിൻ്റെ പിന്നാലെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ എടുക്കാനായിട്ടേ. പിന്നെ ചേച്ചിമാരുടെ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അവർ ഓരോ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ തെറ്റുകളും നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം അവർ ടീച്ചേഴ്സാണ്. മാത്രമല്ല ഒരു നമുക്ക് എന്താ പറയുക, ഒരു അനിയത്തിയുടെ ഒരു പരിഗണനയൊക്കെ അവരെ ഇങ്ങനെ കിട്ടുമ്പോഴേ നമ്മൾ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് പോവും. ഡാൻസിലായാലും മറ്റെന്ത് പഠനത്തിലായാലും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ സംസാരിച്ചിരിക്കാനും ഇതുപോലെ തന്നെ ഓരോ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയാനൊക്കെയാണ് കേട്ടോ. പക്ഷെ കോഴിക്കോടും കണ്ണൂരിൽ ഒക്കെയാണ് ചേച്ചിമാർ ഇതിന് വേണ്ടിയിട്ട് വരുന്നത്, സമയം മുടക്കി. അപ്പം നമുക്ക് സമയം കളയാലല്ലോ. അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറയും, വീണ്ടും കളിക്കും, വീണ്ടും വർത്തമാനം പറയും, വീണ്ടും കളിക്കും. അങ്ങനെ തിയറിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കണ്ടോ, ഓരോ കുഞ്ഞു ചുവടുകളും അതിൻ്റെ ഇരിപ്പും നിപ്പും വശങ്ങളും ഒക്കെ ചേച്ചിമാരിങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ നമ്മൾ തെറ്റുന്ന സമയങ്ങളിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് ഡാൻസ് വിശേഷങ്ങൾ. കുറച്ച് നേരമായില്ലേ നിങ്ങൾ എൻ്റെ ഡാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയറിയിക്കുക. എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നതിൽ കേട്ടോ. കോലക്കൂടിൽ വിളിച്ചിട്ടോ രാധേ ഹാച്ചി ഹാച്ചി
ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ചേച്ചിമാരെല്ലാവരും കുറച്ച് ദൂരത്തുള്ള കാരണോണ്ട് പോവാ എല്ലാവരും. ടാറ്റാ താളോട്ട സിനിമ ക്ലൈമാക്സ് പോലെ. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ മടങ്ങാണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ നാളെ ഒരു കല്യാണം ഉണ്ട്. നമ്മുടെ സിന്ധു ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ നാത്തൂൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാന്തുകൂട്ടിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ അവിടെ ഇക്കയും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ചേച്ചിമാരെ എനിക്ക് ഒന്ന് രണ്ട് വളയും മാലയും സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തന്നൂടാ. അപ്പോൾ ഓണത്തിൻ്റെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട് ഇക്ക വിളിച്ചിട്ട്. ഞാൻ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു മാല, അതുപോലെ തന്നെ കമ്മൽ, പിന്നെ കുറച്ച് അൽത്തുകുലത്ത് സംഭവങ്ങളൊക്കെ എടുത്തു. എനിക്ക് ഇവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല അഫോർഡബിൾ ആണ് എല്ലാതും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത മാല. ഇതുപോലത്തെ ഒന്ന് രണ്ട് മാലകൾ വേറെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു മോഡലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ചേച്ചിമാരെ എടുത്തും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവിടെ നിന്ന് നമ്മളിതാ ഇങ്ങനെ ഈ ഒരു മയിൽപ്പീലിയുമായി പോകുന്നത് നമ്മുടെ തലൂര് കടയിലേക്കാണ് സുഹൃത്തുക്കളെ. ചോറുണ്ടാ? കൂട്ടാ? എനിക്ക് അവിടെ നല്ല ചിക്കൻ കറി, പയറുപ്പേരി. വീട്ടില് നല്ല അടിപൊളി കറികളൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ എനിക്ക് അമ്മയുടെ മീൻ കൂട്ടാൻ കഴിക്കണം എന്ന് നല്ല അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടിൽ എത്തിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ ഒരു ഇഷ്ടം അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇഷ്ടം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു മുന്തിരി ജ്യൂസും കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പോൾ ശ്രീകുട്ടനെ ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ ആക്കുകയാണ് ചെയ്യാറുള്ളത്. ഇളമേരെ അടുത്ത് ആക്കൂട്ടോ. പക്ഷേ അവിടെ പിള്ളേരില്ല എന്നുണ്ടെങ്കിൽ അവന് ബോറടിക്കും. അപ്പോൾ കടയിലിരിക്കാൻ ആൾക്ക് എളുപ്പം. എനിക്കാണെങ്കിൽ വഴിക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം വന്ന് കൊണ്ടുപോകും ചെയ്യുമല്ലോ. അപ്പോൾ ആൾ അടിച്ചു പൊളിച്ച് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അമ്മ ഉറങ്ങായിരുന്നു. അത് കാരണം ഞാൻ അമ്മേനെ കാണിച്ചു തരാതിരുന്നത് കേട്ടോ. ഈ മലയോരങ്ങളുടെ ഇടയിലാണ് നമ്മുടെ വീടുള്ളത്. കുറച്ച് വാഴത്തോട്ടം ഉണ്ടായിരുന്നു. അത് കാരണം നമ്മുടെ വീട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വാഴയൊക്കെ വെട്ടിയപ്പോൾ വീടും കാടും ഒക്കെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ഈ മരങ്ങളുടെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇളവയുടെ വീട് ശരിക്ക് കാണാം, ഡെൽസിയാൻ്റെ വീട് കാണാം. പക്ഷെ നമ്മുടെ വീട് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ കാടും മേടും കണ്ടു തുടങ്ങിയാൽ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി എന്നുള്ള കാര്യം. ഇത് നമ്മുടെ കുത്തിൻ്റെ അരുവത്തുകൂടെയുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പം നമ്മളിനി വീട്ടിലെത്തി. ഇനി വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് കുറച്ച് നേരം നമുക്ക് ബിസി ആവാം. ഒരു പ്രത്യേക പരിപാടി നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരം. അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ശ്രീകുട്ടൻ്റെ കൂടെ ഇരുന്ന്, എനിക്കിപ്പോൾ എക്സാം ആയ കാരണം കൊണ്ട് അവൻ്റെ വെക്കേഷനും എൻ്റെ കയ്യിൽ നിന്ന് പോയോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പിള്ളേരെ കൂടെ ഇരിക്കാനായിട്ടൊരു കൊതി തോന്നുമല്ലോ. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. ആ കൊതി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് എൻ്റെ വയറ്റിൻ്റെ കൊതി ഞാൻ എങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല പയറ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും മീൻ വറുത്തതിൻ്റെ ഒരു കുഞ്ഞ കഷ്ണവും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് വയറ് നിറച്ച് സുഭിക്ഷമായിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്ത് കുറേ കൂട്ടാൻ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചതാ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വെച്ച കൂട്ടാനോൾ ഇത്ര ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നത്. കാര്യം വല്ലതും മനസ്സിലായോ? കുറച്ച് ദിവസം നമ്മൾ ഡെക്കത്തിനുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ഷട്ടിലും ബാറ്റും കോട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. കോട്ടല്ല, വലയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ട നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഇതാക്കി എടുക്കുന്ന ആ രണ്ട് കാലുണ്ടല്ലോ, അത് ഭാഗ്യൻ സുധീഷ് ലാൽ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോട്ട് കെട്ടാൻ പോണത്. മുറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഗുണമുണ്ടെന്നാണ് ഭാഗ്യം പറയുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടന്മാർ പണി കഴിഞ്ഞിട്ട് നേരെ വന്നിരിക്കുന്നത്, അത് അവർക്ക് വാഴ നനയ്ക്കലായിരുന്നു പണി കേട്ടോ. നേരെ വന്നുകൂടുന്നത് നമ്മുടെ കോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അളവെടുത്ത് അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഈ കോട്ടൻ്റെ നടുവിൽ കാല് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ. അത് നമ്മൾ സിമെൻറ്റ് വെച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് രണ്ടറ്റത്തായിട്ട് നമ്മൾ കുഴിച്ചിടുക ചെയ്തത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ പെട്രീഷ്യ ഇവിടെ പൂത്ത് നിൽക്കുന്നു കണ്ടോ. നമ്മൾ നീലയല്ലേ കണ്ടിട്ടുള്ള, എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് വിദഗ്ധരുടെ സഹായം തേടിയതിന് ശേഷം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടെ ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തി തന്നു. ഇവിടെ നമുക്ക് പണ്ട് നമ്മുടെ കൃഷിത്തോട്ടം ഉണ്ടായിരുന്ന നമ്മുടെ
നമ്മുടെ മുമ്പിൽ വീടിൻ്റെ മുറ്റത്തൊരു പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. ഇവിടെയായിരുന്നു നമ്മുടെ പഴയ വീടുണ്ടായിരുന്നത്. ഇവിടെയല്ല, ഇതിനേക്കാളും മുന്നിലായിരുന്നു പഴയ വീട്. മുന്നിലല്ല, ഇവിടെ തന്നെയായിരുന്നു പഴയ വീടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ താഴത്തുനിന്ന് നമ്മളിങ്ങനെ കുത്തിമാന്തിപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. അവിടെയാണ് നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് കോട്ട് ഇങ്ങനെ ഷട്ടിൽ ബാറ്റിൻ്റെ കോട്ടിന് വേണ്ടിയിട്ടും പിന്നെ വീട്ടിൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയയും വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടെ എനിക്ക് അതിൻ്റെ ആ പുല്ലൊക്കെ ചെത്തി തന്നു. ഞാനത് അടിച്ച് വാരി നമ്മൾ വൃത്തിയാക്കി വരികയാണ്. അപ്പോഴാണ് ഭാഗ്യം പറഞ്ഞത് ഇത് ലെവലല്ല എന്നുള്ള കാര്യം. ലെവലല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓടുമ്പോഴൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അത്ര. അതായത് താഴത്ത് നോക്കിയിട്ടല്ലല്ലോ ഓടുക, നമ്മൾ മുകളിലേക്ക് ഷട്ടിലിൻ്റെ കോക്ക് നോക്കിയിട്ടല്ലോ ഓടുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത്. അതിൻ്റെ പിന്നിലാണ് നമുക്ക് കാട് വരുന്നത്. എന്നോട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ശ്രീജ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് ഇരിക്കണത്? ഇതൊരു ചില സമയത്ത് ഞാൻ വീട് മുകളിലേക്ക് കാണിക്കും, ചില സമയത്ത് മുകളിൽ നിന്ന് അടിയിലേക്ക് കാണിക്കും. നമുക്കൊരു വലിയ കയറ്റത്തേക്ക് പോയിട്ട് ആ കയറ്റത്തു നിന്ന് മുകളിലേക്ക് പോയിട്ട് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ വരുന്നത്. കാല് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇടുക സ്ഥിരമായിട്ട്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊന്നും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമ്മൾ രണ്ടറ്റത്താണ് കാലുകൾ കൊടുക്കണേ. വലത്തിരിഞ്ഞ് വലിച്ചു കെട്ടണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മതിയോ മതി. കാലെടുത്ത് നോക്കിയാൽ പോട്ടെ മോനെ. കാല് നമ്മൾ സുധീഷ് ലാലിൻ്റെ അടുത്ത് കൊണ്ടുപോയി പണിയൊക്കെ കഴിച്ച് കൊണ്ടുപോകും കേട്ടോ. ഹുക്കുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ പിന്നെ കോൺക്രീറ്റ് മറിഞ്ഞു വീഴാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാലിന് ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. നമുക്ക് 5 അടി ഹൈറ്റ് മതി ശരിക്കും കാലിന്. പക്ഷെ നമ്മളിത്തിരി കൂടുതൽ കാലിന് ഹൈറ്റ് ഇട്ടിട്ട് ട്യൂബ് കെട്ടാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ അടിയിലേക്ക് അടിക്കേണ്ടതല്ലായിരുന്നു തൂക്കിയിടാൻ വേണ്ടി. ഇത് നമ്മളൊരു ഏകദേശ കണക്കിലാണ് സാധനം ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ പോയിട്ട് എല്ലാ അളവ് കൊടുത്തിട്ട് ഇത്ര ലെങ്ത്തിലാണ് നമ്മൾ കാല് കൊടുക്കണത്. കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ 20 അടിയിൽ കുഴിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് നെറ്റ് വലിച്ച് കേട്ടോ. ഇത് 20 അടിയിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ ഈ സൗകര്യങ്ങൾ പോകും. വല കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക് ഓൾറെഡി നമ്മുടെ ആ GI പൈപ്പുമ്മ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്ത് പിന്നെ സിമെൻറ്റ് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ രണ്ട് പൈപ്പും സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന്മാരുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ചേട്ടന്മാർ ഓടി വന്ന് ചെയ്തു തരുന്ന കാരണം കൊണ്ട് നമുക്കത് കുറച്ചും കൂടി പോസിബിളാണ് നമ്മുടെ ഇവിടെ കാര്യങ്ങൾ. ഇത് ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ടൊക്കെയാണ് ഞാൻ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്ക് ഇതിനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ വിശാലമായിട്ടുള്ള മുറ്റവും കാര്യങ്ങളും ഇങ്ങനത്തെ കളിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടി കിരൺ ടിവിയിൽ എന്തെങ്കിലും പാട്ട് കേട്ടിരിക്കും. അത് കാരണം ഇപ്പോൾ ആരെ ഇവിടെ എന്ത് പാട്ട് പാടിയാലും എനിക്ക് എൻ്റെ ലിറിക്സ് ഒക്കെ ഭയങ്കര കാണാപ്പാടാണ്. ഭാഗ്യം എപ്പോഴും പറയും മോനെ ഇതെങ്ങനെ ഓർത്തിരിക്കണേന്ന്. അന്ന് എനിക്ക് ഈ ഒരു പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, കിരൺ ടി വി കാണുക. കളിക്കാൻ പോലും കൂട്ടുകാരുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ശ്രീകുട്ടന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കളിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരുടെ ആ ഒരു ട്രെൻഡേ മാറിയില്ലേ. ഇപ്പോൾ കുറേ നേരം റുബിക്സ് ക്യൂബും ഇരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്കേറ്റിംഗ് ഷൂമ കുറേ നേരം ഓടി കളിക്കുന്നത് കാണാം. പിന്നെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ കുറച്ച് ഫിസിക്കലി വർക്ക് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷട്ടിൽ കോട്ടിൻ്റെ പരിപാടി അവൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. നമ്മളത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് മാത്രം. ഇന്നെന്തായാലും ഒന്നും ആവില്ല. നമ്മൾ സിമൻ്റൊക്കെ ഇട്ടൊന്ന് ഉറച്ച് സെറ്റായിട്ട് വേണം നാളെ വല കെട്ടി കളി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീകുട്ടനെ മാത്രം കളിക്കാനല്ല കേട്ടോ, ഭാഗ്യന് എനിക്കും പിന്നെ ഇവിടെ നമ്മുടെ പാപ്പൻ്റെ മക്കളും പിള്ളേരും എല്ലാവരും ഉണ്ട്. വരുന്ന ആർക്ക് വേണമെങ്കിലും കളിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 2-3 ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഭാഗ്യം പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ ചുറ്റും അരളിപ്പൂവും താമരയും ഒക്കെ ആയിട്ട് നല്ല വർണ്ണശബളമായിട്ട് നിൽക്കണു. മാത്രമല്ല ആകാശവും കാണാൻ നല്ല ഭംഗിയുണ്ട്. ശ്രീകുട്ടൻ്റെ ഭാഗം എന്താ ശ്രീകുട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ കല്ലൊക്കെ കുറക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് നമ്മുടെ കോട്ടിൻ്റെ നിർമ്മാണ പരിപാടികളൊന്ന് കാണിച്ചു തരാം. ഏതിൻ്റെ? എൻ്റെ പൂക്കളുടെ ഇടയിൽ കൂടെ. പഴയ വീടിൻ്റെ കല്ലേ അതെ.
നമ്മുടെ പ്രദേശം കുറച്ച് വനപ്രദേശമായ കാരണം കൊണ്ട് എല്ലാ വീടുകളിലും വലിയ വലിയ ലൈറ്റുകൾ ഉണ്ടാവും. നമ്മളും അങ്ങനെ വലിയ ലൈറ്റുകൾ കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നല്ല പകല് പോലെ ഇങ്ങനെ നിൽക്കൂട്ടോ. ബാക്കി എല്ലായിടത്തും ഇരുട്ടായാലും നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നല്ല പകല് പോലെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പം അത് കാരണം കൊണ്ടാണ് ഇത്ര വെളിച്ചം ഫീൽ ചെയ്യുന്നത് കേട്ടാ. വേറെ എന്ത് കെട്ടുവാണെങ്കിൽ കെട്ടും ഞാൻ. ഈ മുടി കെട്ടല് എനിക്ക് പറ്റില്ല. തെളിയിച്ചാണ് ആള് ഇങ്ങനെ രണ്ടാട്ടാട്ടുമ്പോ അതഴിഞ്ഞു പോകും. തല എൻ്റെ കയ്യിലിരിക്കും. ഇതൊരു കെട്ടി ഞങ്ങള് ചിരിച്ചു മരിച്ചതാ. പുല്ലൊക്കെ കളയണം. ഏത് പുല്ലാ നോക്ക്. ശരിയാവില്ല മക്കളെ. രഘുവേട്ടൻ വന്നിരിക്കുന്നത് നിരപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സമമാക്കാൻ വേണ്ടിയിട്ടാണ്, കല്ലുകളൊക്കെ പറക്കി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രഘുവേട്ടൻ ആദ്യം തന്നെ 4 സൈഡിൽ ആള് അളവെടുത്തിട്ട് നമ്മുടെ കയ്പവള്ളി എന്ന് പറയും ഇവിടെ. കയ്പവള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചിരടാണ്, അത് വെച്ച് കെട്ടി അതിന് ശേഷം എന്താ ഈ കാണുന്ന രീതിയിൽ ആള് ഒന്ന് വൃത്തിയാക്കി തരികയാണ് കേട്ടോ. ഷട്ടിൽ കോട്ട് ശരിയാക്കാണ്ടെങ്കിൽ രഘുവേട്ടനെ വിളിക്കാം. കേട്ടില്ലേ പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ലേ? രഘുവേട്ടൻ ലെവൽ ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ കുറ്റൂശ്ശേരി അല്ല, ഹോം ടൂറിൻ്റെ തലേദിവസം ഇവിടെ കിടക്കണ ഈ മെറ്റൽ മുഴുവൻ ഉണ്ടല്ലോ, രഘുവേട്ടനും സതേട്ടനും കൂടിയിട്ടാണ് അന്ന് വൈകുന്നേരം 12 മണി 1 മണിയൊക്കെ നേരത്ത് ലെവലാക്കി ഇട്ടുന്നത്. അങ്ങനെ കുറേ താമരമുട്ടുകളുടെ ഇടയിൽ കൂടെ രഘുവേട്ടൻ വൃത്തിയാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് സുഹൃത്തുക്കളെ. ചേട്ടൻ പാപ്പൻ്റെ കൂടെ ഉണ്ടാ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം രഘുവേട്ടൻ പറഞ്ഞു, ഇതിപ്പോൾ നീ ഷൂട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നാളെ കാലത്ത് കാണിച്ചു കൊടുത്താൽ മതി. നാളെ കാലത്ത് വല കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എക്സസൈസും ഉണ്ടാ? കേട്ടിട്ടുണ്ട് 2 ദിവസം വെച്ചിട്ടേ വലിക്കാണ് രഘുവേട്ടൻ മണ്ണിനെ ലെവലാക്കാൻ. ചെറിയ കല്ലുകളൊക്കെ ചെരുപ്പിടാനൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് അധ്വാനമുള്ള പണിയായിരുന്നു ഇത്. എന്താ താമരമുട്ടുകൾ നിൽക്കണണ്ട നമ്മുടെ ഇപ്പം സീസണായ കാരണം ഉണ്ടാകുന്നതുകൊണ്ട് നിറച്ച് താമരമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇതിങ്ങനെ ഈ ഒരു വലിയ ഒരു പലക കൊണ്ട് ഇങ്ങനെ അറ്റം വരെ വലിക്കുമ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും പോവും, അതോടൊപ്പം തന്നെ കല്ലും പോവും, നല്ല വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന്. ചേട്ടന്മാർ വാഴ നനയ്ക്കുന്നുണ്ട്. ചേട്ടന്മാർ 8 മണി 9 മണി വരെ വാഴ നനയ്ക്കും കേട്ടോ. അതായത് വേറെ സ്ഥലങ്ങളിൽ പണിക്ക് 5 മണി വരെയാണ് ഇവിടെ പണി ഉണ്ടാവുക. ആ പണി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ അവിടുത്തെ വാഴ നനയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ 2-3 മാങ്ങ നമ്മുടെ മൂവാണ്ടന്മെന്ന് പൊഴിഞ്ഞ് വീഴുണ്ടായിരുന്നേ, അത് ചെത്തിയിട്ടിട്ട് അതിൽ നമ്മൾ കാലത്ത് മിൽക്ക് മെയ്ഡ് ഇനി അത് തുറന്ന് വെച്ചാൽ ശരിയാവില്ല. അപ്പം ഞാൻ ആ മിൽക്ക് മെയ്ഡ് അല്ലടാ, നമ്മുടെ ആ ഒരു ക്രീമും അതേപോലെ തന്നെ നമ്മുടെ പാലും ഉണ്ടല്ലോ, നല്ല തണുത്ത പാലും കൂടി ഇട്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മാങ്ങ മതി, നമുക്കിപ്പോൾ നല്ല കട്ടിയിൽ കിട്ടും നമ്മുടെ ജ്യൂസ്. ഷേക്ക് എന്ന് പറയും നമ്മൾ, ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. അത് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ചേട്ടന്മാർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചൂടല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല കൂളായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് കുടിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും നല്ലൊരു, എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കുടിച്ച് കുറച്ച് നേരം അവരെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കുളിച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ പോവാണ്. കാലത്തിട്ട തുണികൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ ഇട്ട തുണികളൊക്കെ മടക്കി വെക്കാനായിട്ട് വൈകി. പിന്നിലേക്ക് നോക്കുമ്പോൾ പേടിയാവുണ്ടോ? നമ്മുടെ ഘോരമായ കാടിൻ്റെ ആ ഭീകരത നിങ്ങൾ അടുത്തെറിയുന്നുണ്ടോ കുട്ടികളെ? നനച്ചപ്പോഴേ ചെടി നനച്ചായിരുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾക്ക് കാര്യം നമ്മൾ വാഴ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ടാങ്കും ശ്രീകുട്ടൻ്റെ നീന്തൽ പഠിക്കാൻ എനിക്ക് നീന്തൽ പഠിക്കാനും വേണ്ടിയിട്ടാണ് ഭാഗ്യന് അത് കെട്ടി തന്നെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടൻ്റെ നീന്തൽ പഠനം നടന്നു. ഞാനിതുവരെ അതിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല, ഒരു വട്ടം കണ്ട ഞാൻ അതിലേക്ക് ഇറങ്ങിയുള്ളൂ. എനിക്ക് വെള്ളം അലർജിയാന്ന്. അപ്പോൾ 2 പപ്പക്കായൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ശ്രീകുട്ടൻ. വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് ചെത്തി തിന്നാടാ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ആളത് കൊണ്ട് അടക്കളയിൽ വെച്ച് അങ്ങനെ നമ്മൾ തുണികളൊക്കെ മടക്കി നമ്മുടെ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഞാൻ മടക്കി സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് തുണികൾ മടക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരത്തിൽ എത്തുന്നത് നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ തിണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണക്കി കുറച്ച് നേരം നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ കാട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് കാട്ടിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക ക്രിയേറ്റിവിറ്റി പുറപ്പെടും കേട്ടോ. അപ്പം നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോഴാണ്.
അങ്ങനെ നമ്മൾ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, അത് വൈകുന്നേരമാണ് ഞാൻ വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞില്ലേ. ഞാൻ വിളമ്പി കൊടുക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് കഴിച്ചോളും. നിർബന്ധമായിട്ട് ചോറിൽ അത് ഇടുക ചെയ്യുക. വേറെ വേറെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കില്ല. ആ പാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ എങ്ങനെയാ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർ നമ്മൾ പല ശീലങ്ങളും പഠിക്കും. അവരുടെ ശീലങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. നമ്മുടെ ശീലങ്ങൾ അവർ അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ പരസ്പരം അഡാപ്റ്റ് ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ചോറൊക്കെ വിളമ്പി രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടന് മുട്ടയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടന് മുട്ട കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിച്ച് നമ്മൾ മടങ്ങുകയാണ്. എങ്ങോട്ട്? വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസം അല്ലേ? അപ്പോൾ ഇതിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസം നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.